ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലോകമെമ്പാടും നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ വയനാട്ടിനെ കുറിച്ചിട്ട്. വയനാട്ടിലെ ആൾക്കാർ ദുരിതാവസ്ഥകളെ കുറിച്ചിട്ടും അവിടെ എത്ര വലിയ കുഞ്ഞു കുട്ടികളെ പോലെയാണ് കിട്ടുന്നത്. അവരെപ്പം ഒന്നും ഇല്ലാതെ അവർക്ക് വേണ്ടി പല ആൾക്കാരും സഹായം ചെയ്യുന്നുണ്ട്. മന്ത്രിമാരും സിനിമാ നടന്മാരും പ്രശസ്തരായ കുറേ ആൾക്കാർ പൈസ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന രൂപത്തിൽ സ്കോഴ്സ് വർക്ക് ചെയ്യാം. പറ്റുന്നൊരു പൈസ കൊടുക്കുക. ഓരോന്നുണ്ടല്ലോ പൈസ അയക്കണേ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അതിന് പൈസ അയച്ച് സഹായിക്കാം, അല്ലെങ്കിൽ വസ്ത്രം കൊടുത്ത് സഹായിക്കാം, അങ്ങനെയൊക്കെ സഹായിക്കാം. ഓർക്ക് വേണ്ടി എന്തായാലും ദുആ ചെയ്യാം. ഞങ്ങൾക്കൊരു ഗതി നാളെ നമുക്ക് വന്നാലോ അതൊക്കെ എല്ലാവരും ദുആ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടും വരാൻ പോകണ നമുക്ക് വേണ്ടിയിട്ടൊക്കെ. എത്ര കുട്ടികളാണ് ഒന്നുമില്ലാതെ ഉമ്മിപ്പില്ലാതെ ഒറ്റക്ക്. ആ കുട്ടികളൊക്കെ നോക്കുക, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുക, കുട്ടികളെ ദത്തെടുത്തോളാം, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തോളാം, അവർക്ക് വീട് വെച്ചു കൊടുത്തോളാം, വീടിൻ്റെ സ്ഥലം കൊടുത്തോളാം, കല്യാണം കഴിപ്പിച്ചോളാം. അങ്ങനെയൊക്കെ പറയാം. എത്ര നല്ല ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മനസ്സിലാവുള്ളൂ ആരൊക്കെ ഉണ്ടാവും കൂടെ ഉണ്ടാവുന്നൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാം, സ്പോൺസർ ചെയ്യാം. പൈസ അയക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൈസ അയക്കാം. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ കൊടുത്ത് സഹായിച്ചാൽ എന്തും ദുആ അവർ ഉൾപ്പെടുത്താം. നമുക്ക് വിധി തരാതിരിക്കട്ടെ എന്നാണ് ദുആ ചെയ്യാം. അവർക്ക് നന്നായിട്ട് ദുആ ചെയ്യാം. അപ്പോൾ ഇനി ഇതേമാതിരിയുള്ള വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ തന്നെ.